കുട്ടനാടിന്റെ പ്രകൃതി ഭംഗിയെല്ലാം എന്നോടൊപ്പം ഒരു യാത്രക്കാരനുണ്ട്. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് യാത്രാ സൗകര്യം, അല്ലേ? ഇപ്പം ഒരു ഉള്ളടയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബസ് റൂട്ട് ഹൈവേയിലേക്ക് എത്താനായിട്ട് മിനിമം ഒരു 1.5-2 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമുക്കിപ്പോൾ തീരദേശ സർവീസ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണ ബസ്സിൻ്റെ മുന്നിലായിട്ടാണ്. ഇതിൻ്റെ സർവീസ് തുടങ്ങുന്നത് നമ്മുടെ പുന്നപ്ര അല്ലെങ്കിൽ പറവൂർ സഹകരണ ഹോസ്പിറ്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കോലോത്ത് ജെട്ടിയിലാണ്. അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇതുവഴി ഒരു ബസ് സർവീസ് ഉണ്ടെന്നും ഒരുപാട് പേര് അറിയുന്നവരുണ്ട്. അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു ഹെൽപ്പ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ ബസ്സിനോടൊപ്പം തന്നെ യാത്ര ചെയ്ത് ഇതിൻ്റെ റൂട്ട് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ചേച്ചിയുടെ പേരെന്താ? ഇപ്പം നമുക്ക് തീരദേശ ബസ് റൂട്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഉപകാരം. ഒരുപാട് പേർക്ക് അറിയത്തില്ല ബസ് റൂട്ട് ഉള്ള കാര്യം. സമയം നമുക്ക് അറിയത്തില്ല. അപ്പം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? പിന്നെ അത്യാവശ്യം നമുക്ക് ആശുപത്രി പൊക്കിനും ഇപ്പൊ ആശുപത്രി ജോലിക്കാർക്കെല്ലാം ഏറ്റവും വലിയ ഉപകാരമാണ്. അപ്പം മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുക, അല്ലേ? എത്തിക്കുക, അതാണ് ഏറ്റവും വലിയ. പൈസ ഇല്ലാതെ ഓട്ടോയ്ക്ക് പോകാൻ പൈസ ഇല്ലാതെ വരെ ബുദ്ധിമുട്ടുന്നവരെല്ലാം ഇതുകൊണ്ട് ഏറ്റവും വലിയ ഉപകാരമാണ്. പറഞ്ഞോ മക്കളെ. അമ്മയുടെ പേരെന്താ? സരസ്വതി. എവിടെ പോവാ? ഗണപതി അമ്പലത്തിൽ. അതെവിടെ? സ്ഥലം എവിടെയാ? ചമ്പക്കളം. അപ്പൊ നമ്മുടെ ഈ ബസ് ഉപകാരപ്പെടുന്നുണ്ടോ? അയ്യോ പിന്നെ കൊള്ളാം, നല്ല ഉപകാരം. സ്ഥിരം പോകാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല, എന്നാലും പോകും. എന്റെ മക്കളൊക്കെ പോകും. ഇങ്ങോട്ട് വരാൻ ഈ ബസ് കൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ ഉപകാരമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നടന്ന അവിടം വരെയൊക്കെ പോണത് അറിയാവോ? ഈ ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുണ്ടോ? ഇത് ഞാൻ ചമ്പക്കുളത്ത് പോകാനായിട്ടൊക്കെ ഇതിൽ വരും. പിന്നെ എൻ്റെ പെൺപിള്ളേരൊക്കെ, ഞങ്ങളുടെ വാർഡിൽ 3 പെൺപിള്ളേർ കൈനേരി സ്റ്റാൻഡിൽ അവിടെ ജോലി ചെയ്യാൻ പോകുന്നവരാ. മറ്റു സാധാരണ കണ്ടക്ടർക്ക് അറിയാം. സാധാരണ ബസ് കഞ്ഞിപ്പാടം വരല്ലേ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് സ്ഥിരം വേണം. അപ്പം നിർത്താതെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഞങ്ങളുടെ സഹകരണം ഞങ്ങൾ പറയും. ഇവിടെ ഈ കൃഷ്ണ ബസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എളുപ്പമാർഗ്ഗമാണ്. ഒറ്റ ബസ് കയറിയാൽ മെഡിക്കൽ കോളേജിലോ സഹകരണ ആശുപത്രിയിലോ നമുക്ക് നേരിട്ട് ചെന്നിറങ്ങാം. കൂടുതൽ ചിലവില്ല. പിന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടുപോകാം, അല്ലേ? സുഖമായിട്ട് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുപോകാം. പലർക്കും പക്ഷെ അറിയത്തില്ല. യാദൃശ്യമായിട്ട് പോകുമ്പോൾ കാണുമ്പോൾ പലരും കയറുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു സർവീസ് നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാ യാത്രക്കാരും ആ ഒരു സർവീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, അല്ലേ ഏട്ടാ? അതെ. എന്നാലും നമുക്ക് കൂടുതൽ സർവീസുകളും കാര്യങ്ങളും നമ്മുടെ നാടിന്റെ വികസനം അതിലേക്ക് എത്തും. ഓക്കെ, താങ്ക് യു.